ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് ഒറ്റപ്പാലം ദേശത്തിന്റെ കുതിരയ്ക്ക് തലവേൽപ്പ് ചടങ്ങ് നടന്നു. ചിനക്കത്തൂരിൽ പൂരത്താലിപ്പതി സമാപിച്ചോടെ ഇന്ന് കുമ്മാട്ടി ആഘോഷിച്ചു. ഉച്ചയ്ക്ക് ശേഷം തലവയ്പ് ചടങ്ങുകൾ നടന്നു. ഈ തലവെച്ച കുതിരകളാണ് ദേശങ്ങൾ കുതിരകളിക്ക് പൂരദിവസം എത്തിക്കുന്നത്. ഒറ്റപ്പാലം ദേശകമ്മിറ്റി കുതിരവയ്പ് ദേശകമ്മിറ്റി ഓഫീസിന് സമീപം നടന്നു. മറ്റു ദേശങ്ങളിലും തലവയ്പ് ചടങ്ങ് നടന്നു. തുടർന്ന് ആനച്ചമയവും ഒരുക്കിയിരുന്നു. ഇനി എല്ലാ കണ്ണുകളും നാളെ നടക്കുന്ന പൂരത്തിലേക്കാണ്. ചിനക്കത്തൂരിൽ പോലീസ് ഔട്ട് പോസ്റ്റ് തുറന്നു. ചിനക്കത്തൂർ പൂരത്തിന് പോലീസിന്റെ വിപുലമായ ക്രമീകരണത്തിന് തുടക്കമായി. പൂരപ്പറമ്പിലും പരിസരങ്ങളിലും കെട്ടിടങ്ങൾക്ക് മുകളിലും വാച്ച് ടവർ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയത്. കാവിലും പരിസരങ്ങളിലും ഡ്രോൺ ക്യാമറ നിരീക്ഷണം ആരംഭിച്ചു. 40ഓളം നിരീക്ഷണ ക്യാമറകളും സജ്ജമാക്കി. ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷനിലും പൂരപ്പറമ്പിലെ ഔട്ട് പോസ്റ്റിലും ലഭിക്കും. പൊതുജനങ്ങൾക്ക് പൂരം ആസ്വദിക്കുന്നതിന് സുരക്ഷ ഉറപ്പുവരുത്തും. ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ മേൽനോട്ടത്തിൽ 500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കും. പൂരപ്പറമ്പിൽ പോലീസ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചു. പോലീസ് ഔട്ട് പോസ്റ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ ഡിവൈഎസ്പി PC ഹരിദാസൻ, ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ TP ഫർഷാദ്, ഗ്രേഡ് SI K ജയകുമാർ, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ T മണികണ്ഠൻ എന്നിവരും പൂരക്കമ്മിറ്റി ഭാരവാഹികളും സംസാരിച്ചു. ഒറ്റപ്പാലം നഗരസഭയുടെ സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. 2020-21 വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ 5,38 ലക്ഷം രൂപ മുടക്കി ഒറ്റപ്പാലം നഗരസഭയുടെ സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണോദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾക്ക് വേദിയൊരുക്കുക എന്ന ലക്ഷ്യമിട്ടാണ് പദ്ധതി ഒരുക്കുന്നത്. നഗരസഭ മാർക്കറ്റ് കോംപ്ലക്സ് സമീപത്തെ 62 സെന്റ് ഭൂമിയിലാണ് സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണം. ഇരുനിലകളിലായി 1000 പേർക്ക് ഇരിക്കാവുന്നതും മുൻവശത്ത് എയർ ഗാലറി, പാർക്കിംഗ് സംവിധാനവും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കുന്നുണ്ട്. പരിപാടിയിൽ അഡ്വക്കേറ്റ് K പ്രേംകുമാർ അധ്യക്ഷനായിരുന്നു. നഗരസഭാ അധ്യക്ഷ ജാനകി ദേവി, വൈസ് ചെയർമാൻ K രാജേഷ്, കൗൺസിലർമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457.
Bobby Chamanur International Jeweler. വാർത്തകൾ തുടരുന്നു. ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം നീങ്ങുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനം ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന പട്ടയമേള ഉദ്ഘാടനം തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോണറിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇവിടെ ചിന്നക്കനാൽ, ചെങ്ങറ, ഇടുക്കി, പാലക്കാട്, മുതലമല, വയനാട്, മരിയനാട്, മല്ലികപ്പാറ ഇവിടങ്ങളിലൊക്കെയുള്ള ഭൂപ്രശ്നങ്ങളും ഇതേ മാതൃകയിൽ പരിഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അർഹരായവർക്കെല്ലാം പട്ടയം നൽകുന്നത് അതീവ പ്രാധാന്യത്തോടെയാണ് സർക്കാർ കാണുന്നത്. ഭൂമിയില്ലാത്തവരെ കണ്ടെത്തി അവർക്കുള്ള ഭൂമി കണ്ടെത്തൽ, ആവശ്യമായ അനുമതി രേഖ എന്നിവ ലഭ്യമാക്കൽ, വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ട ഭൂമിയാണെങ്കിൽ തീർപ്പുണ്ടാക്കൽ എന്നിങ്ങനെ ഒരേ സമയം നിർവഹിച്ചാണ് പ്രവൃത്തികൾ ത്വരിതപ്പെടുത്തുന്നത്. പാർപ്പിടം, വ്യവസായം, വാണിജ്യം, പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് കേരളത്തിൽ ഭൂമിയുടെ അളവ് പരിമിതമാണ്. ഈ സാഹചര്യത്തിലാണ് എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കുക എന്ന ശ്രമകരമായ ദൗത്യം സർക്കാർ പ്രഖ്യാപിച്ചത്. ക്ലേശകരമായ കാര്യങ്ങളും നടപ്പാക്കുന്ന സർക്കാരാണ് ഇതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സാമൂഹ്യ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരിപാടിയിൽ റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനായിരുന്നു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അതത് ജില്ലകളിലെ ചുമതലയുള്ള മന്ത്രിമാർ പട്ടയങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാനത്താകെ 31,499 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. 2.5 വർഷം കൊണ്ട് 1.5 ലക്ഷം പട്ടയം എന്ന ചരിത്ര ദൗത്യം പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. MLA-മാരായ പി ബാലചന്ദ്രൻ, VR സുനിൽകുമാർ, ET ടൈസൺ മാസ്റ്റർ, സേവ്യർ ചിറ്റിലപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, ലാൻഡ് ബോർഡ് സെക്രട്ടറി A ഗീത, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, ADM T മുരളി, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പട്ടയമേളയിൽ പങ്കെടുത്തു. ജില്ലയിൽ 39,480 പട്ടയങ്ങളുടെ വിതരണം നടത്തിയതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ജില്ലയിൽ കഴിഞ്ഞ 7 വർഷത്തിൽ 39,840 പട്ടയങ്ങളുടെ വിതരണം നടത്തിയതായി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ പട്ടയ മിഷനും പട്ടയ മിഷന്റെ ഭാഗമായ പട്ടയ അസംബ്ലികളും സംയുക്തമായി നടത്തുന്ന ജില്ലാതല പട്ടയമേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിൽ ആദ്യമായി ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കുക വഴി ആയിരക്കണക്കിന് ആളുകളെ ഭൂമിയുടെ ജന്മാവകാശികളാക്കിയ കേരള സർക്കാർ ഭൂപരിധി വ്യവസ്ഥയുടെ ലംഘനം തടയാൻ യൂണിക് തണ്ടപ്പേര് സംവിധാനം ആവിഷ്കരിക്കുകയാണ്. റവന്യൂ, സർവേ, രജിസ്ട്രേഷൻ വകുപ്പുകളുടെ സേവനം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്തുന്ന സംയോജിത പോർട്ടലായ എൻ്റെ ഭൂമി 2004 യാഥാർത്ഥ്യമാവുന്നതോടുകൂടി ഭൂമിയുടെ ക്രയവിക്രയം വിരൽ തുമ്പിൽ എത്തിക്കാൻ സാധിക്കും. റവന്യൂ വകുപ്പ് ഏർപ്പെടുത്തിയ ഓൺലൈൻ സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. ഭൂരഹിതർ ഇല്ലാത്ത കേരളം എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഭൂമിയുടെ ലഭ്യത കുറവായ കേരളത്തിൽ ഇത് കഠിനമായ ലക്ഷ്യമാണ്. പക്ഷേ പറഞ്ഞത് പ്രാവർത്തികമാക്കുന്ന സർക്കാർ ഇത് നടപ്പാക്കും. കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് 1,53,000 പേർക്ക് സർക്കാർ പട്ടയം നൽകി. കഴിഞ്ഞ 7 വർഷം കൊണ്ട് 3.25 ലക്ഷം പട്ടയങ്ങളാണ് സർക്കാർ വിതരണം ചെയ്തത്. 4,94,854 പേർക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കാനുള്ള തുക അനുവദിച്ചു. 3,75,631 പേരുടെ വീട് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. സംസ്ഥാനത്ത് ഇനി വീടിനായി അപേക്ഷ നൽകിയ 6 ലക്ഷം പേരുടെ ലിസ്റ്റാണുള്ളത്. ഇതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് 24,000 കോടി രൂപയാണ് ആവശ്യമുള്ളത്. കേരളത്തിന് ലഭിക്കാനുള്ള 1,07,000 കോടി രൂപ നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഈ തുക ലഭിക്കുന്നതോടെ വരുന്ന 2.5 വർഷം കൊണ്ട് ലിസ്റ്റിൽ ശേഷിക്കുന്ന 6 ലക്ഷം പേർക്കും വീട് അനുവദിക്കും. വീട് അപേക്ഷിക്കുന്നവരുടെ അവകാശമാണ്, അത് ആരുടെയും ഔദാര്യമല്ല. ഇതുകൊണ്ട് തന്നെ പണി പൂർത്തിയാക്കിയ ലൈഫ് വീടിന് മുന്നിൽ ഏതെങ്കിലും ലേബൽ പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന സർക്കാരിനില്ല എന്നും മന്ത്രി പറഞ്ഞു. പരിപാടിയിൽ മുഖ്യ അതിഥികളായി പങ്കെടുത്ത മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, MP രാജേഷ് എന്നിവരുടെ ആഭിമുഖ്യത്തിൽ പട്ടയ വിതരണം നടന്നു. ജില്ലയിൽ നടന്ന പട്ടയമേളയിൽ വിതരണത്തിലുള്ള 7,218 പട്ടയങ്ങളിൽ 6,026 പട്ടയങ്ങളുടെ വിതരണമാണ് നടന്നത്. ബാക്കി 1,192 എണ്ണം പട്ടയങ്ങളിൽ 1,141 എണ്ണം അട്ടപ്പാടിയിലും 51 എണ്ണം തൃത്താലയിലുമായി നേരത്തെ വിതരണം നടത്തിയിരുന്നു. പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷമാണ് പാലക്കാട്ടെ പട്ടയമേള നടന്നത്. സംസ്ഥാനതല പരിപാടിയിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷനായി. പാലക്കാട് മേഴ്സി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല പരിപാടിയിൽ MLA-മാരായ കെ ബാബു, പി മമ്മിക്കുട്ടി, എ പ്രഭാകരൻ, കെ പ്രേംകുമാർ, PP സുമോദ്, നഗരസഭാ വാർഡ് കൗൺസിലർ മിനി ബാബു, ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര,
വകുപ്പ് തല ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പാലക്കാട് മണ്ഡലത്തിൽ വിജയം ആവർത്തിക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ വിജയം ആവർത്തിക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിലുണ്ടെന്നും കോവിഡ് സാഹചര്യവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കിടയിലും പരമാവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും മാധ്യമങ്ങളോട് എം പി പറഞ്ഞു. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതേയുള്ളൂവെന്നും അതിനുശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും മാധ്യമങ്ങളോട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF ഈ മണ്ഡലം വിജയം ആവർത്തിക്കും. നല്ല ആത്മവിശ്വാസം എനിക്കുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് പരിമിതികൾ കോവിഡ് കാലത്ത് ഫണ്ട്, അതുപോലെ ഗവൺമെൻറ്റുകളുടെ വികസന വിരുദ്ധത, ആ നയങ്ങളൊക്കെ ഉണ്ടെങ്കിലും പരമാവധി ജനങ്ങളോട് നീതി പുലർത്താൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDF വീണ്ടും നല്ല ഭൂരിപക്ഷത്തിൽ പാലക്കാട് വിജയിക്കും. അത് തീരുമാനമായിട്ടില്ല. കൊപ്പം ദേശോത്സവത്തിനിടെ സംഘർഷം, 20 പേർക്കെതിരെ കേസ്. കൊപ്പം ദേശോത്സവത്തിൻ്റെ എഴുന്നള്ളിപ്പിനിടെ ദേശ ടീമുകൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ കണ്ടാലറിയാവുന്ന 20 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വിവിധ ആഘോഷ കമ്മിറ്റികൾ ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ കൂട്ടെഴുന്നള്ളിപ്പിനിടെയാണ് ചില ടീമുകൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. സംഭവം സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് കണ്ടപ്പോൾ പോലീസ് ഇടപെട്ട് നിയന്ത്രിച്ചെങ്കിലും ചില ആളുകൾക്ക് നിസ്സാരമായ പരിക്കുപറ്റതായി പറയുന്നു. എന്നാൽ ആരും ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടില്ല. ആർക്കും പരാതിയില്ലാത്തതിനാൽ കേസെടുത്തിട്ടില്ലെന്നും ആദ്യം പോലീസ് പറഞ്ഞത്. സംഭവത്തെ തുടർന്ന് കൊപ്പം പോലീസിന്റെ സാന്നിധ്യത്തിൽ ദേശോത്സവ കമ്മിറ്റി ഭാരവാഹികളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി നടത്തിയ ചർച്ചയിൽ ഇരുവിഭാഗങ്ങളെയും പോലീസ് അന്വയിപ്പിച്ചു വിട്ടിരുന്നു. പിന്നീട് ഉത്സവത്തിന്റെ സമാധാനപര നടത്തിപ്പിന് തടസ്സം സൃഷ്ടിച്ചവർക്കെതിരെ സ്വമേധയാ കേസെടുക്കുകയായിരുന്നെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. NSA ജ്വല്ലറി, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ഓപ്പോസിറ്റ് KRK കല്യാണ മണ്ഡപം, പട്ടിക്കര, പാലക്കാട്. കരിമ്പനകളുടെയും പുഞ്ചപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെ തിലകക്കുറിയായി NSA ജ്വല്ലറി. മൊബൈൽ 90377 943671 94470 40615 98470 40616. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. ആലുവ ശിവരാത്രിക്ക് പ്രത്യേക തീവണ്ടിയുമായി റെയിൽവേ. ആലുവ ശിവരാത്രിക്ക് ഈ വർഷവും പ്രത്യേക തീവണ്ടി സൗകര്യമൊരുക്കി റെയിൽവേ. മാർച്ച് 8 വൈകിട്ടത്തെ നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് മറ്റ് സ്റ്റോപ്പുകൾക്ക് പുറമെ മുള്ളൂർക്കര, ഒല്ലൂർ, നെല്ലായി, കൊരട്ടി എന്നിവിടങ്ങളിൽ കൂടി നിർത്തും. അന്ന് രാത്രിയുള്ള ഷൊർണൂർ തൃശൂർ സ്പെഷ്യൽ എക്സ്പ്രസ് ആലുവ വരെ ഓടും. രാത്രി 11:15 തൃശൂർ വിടുന്ന വണ്ടി എല്ലാ സ്റ്റേഷനുകളിലും നിർത്തി 12:45 ആലുവയിലെത്തും. പിറ്റേന്ന് രാവിലെ 5:15 ആലുവയിൽ നിന്ന് പുറപ്പെടുന്ന തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് രാവിലെ 6:40 തൃശൂരിലെത്തി പതുപോലെ കണ്ണൂരിലേക്കുള്ള യാത്ര തുടരും. ഈ വണ്ടി ആലുവയ്ക്കും ഷൊർണൂരിനും ഇടയിലുള്ള എല്ലാ സ്റ്റേഷനിലും നിർത്തും. ട്രെയിനിൽ നിന്ന് വീണ യാത്രക്കാരന്റെ മൃതദേഹം കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസം ട്രെയിനിൽ നിന്ന് ഭാരത്പുഴയിലേക്ക് വീണ യാത്രക്കാരൻ്റെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം സ്വദേശി G. വിനോദ് കുമാറിൻ്റെ മൃതദേഹമാണ് ചെറുതുരുത്തി റെയിൽവേ പാലത്തിനടിയിലെ പുഴയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാത്രി 12-നായിരുന്നു സംഭവം. ബിസിനസ് സംബന്ധമായ യോഗം കഴിഞ്ഞ് കോഴിക്കോട്ട് നിന്ന് നിസാമുദ്ദീൻ എക്സ്പ്രസിൽ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിനോദ് കുമാർ ചെറുതുരുത്തി റെയിൽവേ പാലത്തിലെത്തിയപ്പോൾ പുഴയിലേക്ക് വീഴുകയായിരുന്നു.
പുഴയിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് സഹയാത്രികരിൽ ഒരാൾ റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. ഷൊർണൂരിലെ അഗ്നിരക്ഷാസേന പുലർച്ചെ 4 വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. അഗ്നിരക്ഷാസേനയും RPFും ട്രോമോ കെയർ വോളണ്ടിയർമാരും പോലീസും ചേർന്ന് ബുധനാഴ്ച ഉച്ചവരെ വീണ്ടും പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഇതിനിടെ കോഴിക്കോട്ടേക്ക് പോയ വിനോദ് കുമാറിനെ കാണാനില്ലെന്ന പരാതി ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിരുന്നു. തുടർന്ന് ഷൊർണൂർ അഗ്നിരക്ഷാസേന ഓഫീസർ VA ഷാഹിദിന്റെ നേതൃത്വത്തിൽ പോലീസും നാട്ടുകാരും ചേർന്ന് ഇന്നലെ രാവിലെ മുതൽ പുഴയിൽ തിരച്ചിൽ നടത്തിയാണ് മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലും തുടർന്ന് നാട്ടിലേക്കും അയക്കുമെന്ന് പോലീസ് അറിയിച്ചു. വിമുക്ത ഭടനാണ് വിനോദ് കുമാർ. കവിതയാണ് ഭാര്യ. ശിവദേവ്, ശിവഗംഗ എന്നിവർ മക്കളാണ്. ചൂട് വർദ്ധിച്ചതോടെ പാലക്കാട് ജില്ലയിലടക്കം 6 ജില്ലയിൽ യെല്ലോ അലർട്ട്. കനത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനത്ത് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. കൊല്ലത്ത് 37 ഡിഗ്രി സെൽഷ്യസും മറ്റ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസും വരെ താപനില ഉയർന്നേക്കാം. വരും ദിവസങ്ങളിലും 2-3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില സംസ്ഥാനത്ത് ഉയർന്നേക്കാം. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ചെറിയ തോതിൽ മഴ ലഭിച്ചെങ്കിലും ഇന്നലെ അതുണ്ടായില്ല. ഞായർ വരെ മധ്യ തെക്കൻ ജില്ലകളിൽ ചില സ്ഥലങ്ങളിൽ ചെറിയ മഴ ലഭിച്ചേക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.